വിയറ്റ്നാമിലെ ഹോച്ചിമിൻ സിറ്റിയിലുള്ള വാർ റെമനൻസ് മ്യൂസിയമായിരുന്നു ഇന്ന് ഞങ്ങൾ AKBRF സംഘം സന്ദർശനത്തിനായി തിരഞ്ഞെടുത്തത്. നേരത്തെ ഈ കെട്ടിടത്തിൽ അമേരിക്കയുടെ ഇൻഫർമേഷൻ ഏജൻസി പ്രവർത്തിച്ചിരുന്നതാണ്. പിന്നീടാണ് 1975 സെപ്റ്റംബർ 4 വാർ റെമനൻസ് മ്യൂസിയമായി സന്ദർശകർക്കായി ഇത് തുറന്നു കൊടുത്തത്. തീവ്രമായ മാനസിക സംഘർഷമുണ്ടാക്കുന്ന ഒരു പ്രദർശനശാലയാണ് വാർ റെമനൻസ് മ്യൂസിയം. യുദ്ധം മനുഷ്യ സമൂഹത്തിന് വരുത്തുന്ന വിനാശകരമായ പരിണതഫലങ്ങളുടെ നേർചിത്രങ്ങളാണ് സന്ദർശകർക്ക് കാണാൻ കഴിയുന്നത്. യുദ്ധസമയത്ത് ഉപയോഗിച്ച ധാരാളം യുദ്ധോപകരണങ്ങളും ആ സമയങ്ങളിൽ വിയറ്റ്നാമീസ് ഫോട്ടോഗ്രാഫേഴ്സും മറ്റു ഇൻ്റർനാഷണൽ ഫോട്ടോഗ്രാഫേഴ്സും എടുത്ത ചിത്രങ്ങളും പ്രദർശിപ്പിച്ചിരിക്കുന്നു. 5 തീം ബേസിലാണ് ഇവിടുത്തെ പ്രദർശനങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. ഒന്നാമതായി കെട്ടിടത്തിന് വെളിയിൽ മതിൽക്കെട്ടിനകത്ത് മിലിറ്ററി എക്യുപ്മെൻറ്റ്സ് ആൻഡ് വെഹിക്കിൾ സെക്ഷനാണ്. ഇവിടെ യുദ്ധത്തിൽ US മിലിറ്ററി ഉപയോഗിച്ച ടാങ്കുകൾ, എയർക്രാഫ്റ്റുകൾ, ഫൈറ്റർ പ്ലെയിനുകൾ, ഹെലികോപ്റ്ററുകൾ എന്നിവ പ്രദർശിപ്പിച്ചിരിക്കുന്നു. ഇവയിൽ ചിലത് M41 വാക്കർ ബുൾഡോഗ്, M48 പാറ്റൺ ടാങ്ക്, PT-76 ആംഫിബിയസ് ലൈറ്റ് ടാങ്ക്, M113 ആംഡ് പേഴ്സണൽ കാരിയർ, F5A സൂപ്പർസോണിക് ഫൈറ്റർ ജെറ്റ്, A1 സ്കൈ റൈഡർ അറ്റാക്ക് എയർക്രാഫ്റ്റ്, A37 ഡ്രാഗൺ ഫ്ലൈ എയർക്രാഫ്റ്റ് എന്നിവയാണ്. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇത്തരം യുദ്ധോപകരണങ്ങൾ അടുത്ത് കാണുന്നത്. അവയിൽ നമുക്ക് തൊടാം. മനസ്സിലേക്ക് ഭീതിയുടെ ഒരു മിന്നൽ പിണർ അടിക്കുന്നത് പോലെ തോന്നും. കൂടാതെ UH-1 ഹുയെ ഇത് മെഡിക്കൽ പർപ്പസിന് വേണ്ടി ഉപയോഗിച്ചിരുന്നു. OH-6 ഒബ്സർവേഷൻ ഹെലികോപ്റ്ററാണ്. ഭീമാകാരനായ CH-47 ചിന്നൂക്ക് ലോജിസ്റ്റിക് ട്രാൻസ്പോർട്ടേഷന് വേണ്ടി ഉപയോഗിച്ചിരുന്നു. അടുത്ത സെക്ഷനിൽ വിയറ്റ്നാം വാറിൽ ഉപയോഗിച്ച വിവിധതരം റൈഫിൾസുകളും കാർട്രിഡ്ജുകളും പ്രദർശിപ്പിച്ചിരിക്കുന്നു. ഇവയിൽ ചിലത് M16 A1 5.56 mm റൈഫിൾ, വിയറ്റ് കോങ് ഉപയോഗിച്ചിരുന്ന AK-47 7.62 mm റൈഫിൾ, M1 സെമി ഓട്ടോമാറ്റിക് റൈഫിൾ, M1 കാർബൺ റൈഫിൾ എന്നിവയാണ്.
അടുത്ത സെക്ഷനിൽ നാപ്പാം ഗേളിൻ്റെ ചിത്രമെടുത്ത നിക്കൂട്ടിൻ്റെ ചിത്രം ഉൾപ്പെടെ വിവിധ ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ ചിത്രങ്ങളും അവരെടുത്ത യുദ്ധക്കെഴുതിയുടെ കരളലിയിക്കുന്ന ചിത്രങ്ങളും പ്രദർശിപ്പിച്ചിരിക്കുന്നു. കണ്ണുനീർ തുളുമ്പാതെ ഒരാൾക്കും ഈ ചിത്രങ്ങളൊന്നും കണ്ടു നിൽക്കാനാവില്ല. ഇവയിൽ പ്രധാനപ്പെട്ടവ നിക്കൂട്ട് 1972 നിപ്പാം ഗേൾ എന്നറിയപ്പെടുന്ന നിപ്പാം ബോംബ് ആക്രമണത്തിൽ ശരീരമാസകലം പൊള്ളലേറ്റ് നിരത്തിലൂടെ ഓടിയ 9 വയസ്സുള്ള ഫാൻ തി കിം ഫൂക്ക് എന്ന പെൺകുട്ടിയുടെ ചിത്രം. മാരകവിഷമായ ഏജൻറ് ഓറഞ്ച് വിക്ടിംസിൻ്റെ ചിത്രങ്ങൾ. പട്ടാളക്കാരുടെയും തടവുകാരുടെയും ചിത്രങ്ങൾ. വിയറ്റ് കോങ്ങിൻ്റെയും നോർത്ത് വിയറ്റ്നാം ആർമിയുടെയും ചിത്രങ്ങൾ. US ആർമി നശിപ്പിച്ച ഗ്രാമങ്ങളുടെയും പട്ടണങ്ങളുടെയും ചിത്രങ്ങൾ. മൈലി കൂട്ടക്കൊലയുടെ ചിത്രങ്ങൾ. ലോകത്താകമാനം നടന്ന യുദ്ധവിരുദ്ധ പ്രതിഷേധ പ്രകടനങ്ങളുടെ ചിത്രങ്ങൾ. നോർത്ത് ആൻഡ് സൗത്ത് റീയൂണിഫിക്കേഷൻ ചിത്രങ്ങൾ എന്നിവയാണ്. ലോകത്താകമാനം യുദ്ധവിരുദ്ധ പ്രതിഷേധങ്ങൾ നടക്കുമ്പോൾ അന്ന് എറണാകുളം മഹാരാജാസ് കോളേജിൽ ഡിഗ്രിക്ക് പഠിച്ചിരുന്ന ഞാനും യുദ്ധവിരുദ്ധ പ്രതിഷേധത്തിൽ പങ്കെടുത്തിരുന്നത് ഓർമ്മയിൽ ഓടിയെത്തി. ഈ ചിത്രങ്ങൾ എടുത്ത പ്രധാന ഫോട്ടോഗ്രാഫേഴ്സ് നിക്കൂട്ട്, ഹെൻറി ഹ്യൂവറ്റ്, ലൈഫ് മാഗസീനിലെ ലാരി ബറോസ്, സൺഡേ ടൈംസിലെ ഡോൺ മക്കുള്ളിൻ, ടിം പേജ് എന്നിവരാണ്. നിക്കൂട്ട് പകർത്തിയ നാപ്പാം ഗേൾ എന്ന പ്രസിദ്ധമായ ചിത്രം. 3ാം തലമുറയിലും ഇഫക്റ്റ് ചെയ്യുന്ന ഏജൻറ് ഓറഞ്ച് എന്ന മാരകവിഷത്തിൻ്റെ പരിണതഫലങ്ങൾ. വിയറ്റ്നാം യുദ്ധസമയത്ത് നിരവധി ഫോട്ടോഗ്രാഫേഴ്സിന് ജീവഹാനി സംഭവിച്ചിട്ടുണ്ട്. ലാരി ബറോസ്, ഹെൻറി ഹ്യൂവറ്റ്, റോബർട്ട് കാപ്പ എന്നിവർ ഇവരിൽ ചിലരാണ്. നാപ്പാം ഗേളിൻ്റെ ചിത്രമെടുത്ത നിക്കൂട്ടും നാപ്പാം ഗേളും ഇന്നും ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു. ഹോച്ചിമിൻ തൻ്റെ സഹാക്കളോടൊപ്പം ഹോച്ചിമിൻ ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്നു. വടക്കൻ വിയറ്റ്നാമും തെക്കൻ വിയറ്റ്നാമും കൂടിച്ചേർന്ന റീയൂണിഫിക്കേഷൻ ചിത്രങ്ങൾ. മൈലി കൂട്ടക്കൊലയുടെ ചിത്രങ്ങൾ. യുദ്ധത്തിൽ പരാജയപ്പെട്ട US പട 1973 മാർച്ച് 14 സ്വന്തം നാട്ടിലേക്ക് മടങ്ങുന്നു. മൈലി കൂട്ടക്കൊലയ്ക്ക് ഉത്തരവാദിയായ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആർമി ഓഫീസർ വില്യം ലോസ് ഖാലിയെ കോർട്ട് മാർഷൽ ചെയ്ത് ജയിലിലാക്കി. പിന്നീട് വീട്ടുതടവിലായിരുന്ന ഖാലി 2024 ഏപ്രിൽ 28 അന്തരിച്ചു. അടുത്ത സെക്ഷനുകളിൽ ഫ്രഞ്ചുകാർ തടവുകാരെ വധിക്കാൻ ഉപയോഗിച്ചിരുന്ന ഗില്ലറ്റിനും തടവുകാരെ പാർപ്പിച്ചിരുന്ന ടൈഗർ കേജും പ്രദർശിപ്പിച്ചിരിക്കുന്നു. നൂറുകണക്കിന് വിദേശീയരായ സന്ദർശകരോടൊപ്പം AKBRFൻ്റെ സംഘാംഗങ്ങളും വിങ്ങുന്ന ഹൃദയത്തോടെ 5 മണിക്ക് വാർ റെമനൻസ് മ്യൂസിയത്തിൽ നിന്നും പുറത്തിറങ്ങി. വിയറ്റ്നാമിൻ്റെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ.